സങ്കീർത്തകൻ പറയാണ്, കർത്താവ് എന്റെ കൺമുമ്പിലുണ്ട്, പിന്നെയോ അവിടെ നിന്ന് എന്റെ വലതുഭാഗത്തുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് സുരക്ഷിതനായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. പിന്നെയോ അതിനാൽ എന്റെ ഹൃദയം ആനന്ദിക്കുകയും എന്റെ അന്തരംഗം സന്തോഷം കൊള്ളുകയും ചെയ്യുന്നു. ഹൃദയം സന്തോഷിക്കുന്നു, അന്തരംഗം ആനന്ദം കൊള്ളുന്നു. കണ്ടോ, നമുക്കൊരു ആനന്ദം, ഉള്ളിലൊരു ആനന്ദം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ആന്തരികതയിലും നമുക്കൊരു ആനന്ദം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് കർത്താവിനെ കൺമുമ്പിൽ കണ്ട് യാത്ര ചെയ്യാൻ പറ്റണം. കർത്താവ് നമ്മുടെ വലതുഭാഗത്തുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റണം. എങ്കിലേ നമുക്കൊരു ആനന്ദപൂർണമായ ജീവിതം നയിക്കാൻ പറ്റും. സുവിശേഷം നമ്മളെ വിളിക്കുന്നത് ഈ ആനന്ദപൂർണമായ ജീവിതത്തിലേക്കാണ്. ദുഃഖിച്ചിരിക്കാനോ കരഞ്ഞിരിക്കാനോ ഒന്നുമല്ല, ആനന്ദപൂർണമായ സന്തോഷിക്കുവിൻ എന്നല്ലേ പറഞ്ഞത്. എന്താണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ചുള്ള ഹിതം? 1 തെസ്സലോനിക്ക 5, 16, 17, 18. എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നന്ദി പറയുവിൻ, നിരന്തരം ആനന്ദിക്കുവിൻ, സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം. ഇതാണ് ദൈവഹിതം. എന്ത്? എപ്പോഴും ആനന്ദിക്കാൻ, വേദനകളിലും സങ്കടങ്ങളിലും കർത്താവിനോട് ചേർന്ന് ആനന്ദിക്കുക എന്നുള്ളതാണ് ദൈവഹിതം. ഈ ആനന്ദം നമുക്ക് വരണമെങ്കിൽ തമ്പുരാനോട് ചേർന്നിരിക്കാൻ പറ്റണം, കർത്താവിനെ കൺമുമ്പിൽ കാണാൻ പറ്റണം. നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങളെ കണ്ടു പോയാൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റില്ല. നമ്മുടെ സങ്കടങ്ങളുടെ ആഴക്കടലിലേക്ക് നമ്മൾ വീണുപോകും. ശ്രമത്തിൽ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. അവിടെ തന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ശരിക്കും പറഞ്ഞാല് ഇത് യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ നിഴൽ വചനമാണ് ഈ കാണുന്നത്. യേശുവിന്റെ പുനരുത്ഥാനത്തിലേക്കാണ് ഈ വചനം ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത്. അവിടുത്തെ ഉത്ഥാനത്തെ ഉയർപ്പിലും, അവിടുത്തെ ഉത്ഥാനത്തിലും ഉയർപ്പിലും വിശ്വസിക്കുന്നവര് ജീർണിക്കില്ലെന്നാ പറയുന്നത്. പറഞ്ഞാൽ മരിക്കില്ലെന്നർത്ഥം. കണ്ടോ, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ജീർണിക്കാൻ അനുവദിച്ചില്ലല്ലോ, യേശുവിന്റെ ശരീരം ജീർണിക്കാൻ അനുവദിച്ചില്ലല്ലോ. ഇത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലേക്ക് നമ്മളിങ്ങനെ വിരൽ ചൂണ്ടുകയാണ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലേക്കാണ് ഈ വചനം വിരൽ ചൂണ്ടുന്നത്. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല, നമ്മളെ കുറിച്ചും ഈ വചനം നമുക്ക് എടുക്കാൻ പറ്റും. കർത്താവിന്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുചേർന്നാൽ നമ്മൾ ജീർണിക്കുകയില്ല എന്ന് പറയുന്നത് നമ്മൾ മരിക്കില്ല. അവന്റെ ഉത്ഥാനത്തിൽ നമ്മൾ പങ്കുചേരും. അവന്റെ മരണത്തോട് ഐക്യപ്പെടുന്നവൻ അവന്റെ ഉത്ഥാനത്തിലും ഐക്യപ്പെടും. അവന്റെ മരണത്തോട് ഐക്യപ്പെടുന്നവൻ, തന്റെ പരിശുദ്ധിയിൽ ഐക്യപ്പെടുന്നവൻ അവന്റെ ഉത്ഥാനത്തിലും പങ്കുചേരും.